ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് ഇന്നലത്തെ മാർക്കറ്റ് ട്രേഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിച്ച ഒരു വോളറ്റാലിറ്റിയൊക്കെ നിറഞ്ഞു നിന്നൊരു മാർക്കറ്റായിരുന്നു. ഏതായാലും മാർക്കറ്റ് നോക്കുമ്പോൾ ഇന്നലെ നിഫ്റ്റി 50 ഒരു ഫ്ലാറ്റ് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് എടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. 24,634 എന്നൊരു നിലയിലാണ് ഇന്നലെ നിഫ്റ്റി 50 ഒരു ക്ലോസിംഗ് ഉണ്ടായത്. ബാങ്ക് നിഫ്റ്റി ആകട്ടെ എന്നുള്ളൊരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്താനും സാധിച്ചു. 54,461 എന്നൊരു നിലയിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ക്ലോസിംഗ് ഉണ്ടായത്. അതായത് 71 പോയിൻറ്റിൻ്റെ ഒരു നേട്ടമായിരുന്നു ഇന്നലെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. ഇന്നലത്തെ മാർക്കറ്റ് NSEയിൽ ഒരു ട്രേഡിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ 3,168 ഓഹരികളിലാണ് ഇന്നലെ ട്രേഡിംഗ് നടന്നത്. അതിൽ 1,497 ഓഹരികൾ ഇന്നലെ നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,578 ഓഹരികളാണ് ഇടിവിൽ ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അൺചേഞ്ച്ഡായിട്ട് 93 ഓഹരികൾ എന്ന രീതിയിലാണ് ഇന്നലെ മാർക്കറ്റിൽ ക്ലോസിംഗ് ഉണ്ടായത്. 52 വീക്ക് ഹൈ നോക്കുമ്പോൾ 98 ഓഹരികൾ ഇന്നലെ 52 വീക്ക് ഹൈയിൽ ട്രേഡ് ചെയ്തപ്പോൾ 52 വീക്ക് ലോയിൽ 125ഓളം ഓഹരികളാണ് ഇന്നലെ ട്രേഡ് ചെയ്തതായിട്ട് കാണുന്നത്. അപ്പർ സർക്യൂട്ടിൽ 91 ഓഹരികൾ, ലോവർ സർക്യൂട്ടിൽ 96 ഓഹരികൾ എന്ന രീതിയിലുമാണ് ഇന്നലെ വിപണിയിൽ ട്രേഡിംഗ് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. അതിലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എടുത്തതിന് ശേഷം ഒരു ഫസ്റ്റ് ക്യാൻഡിലൊക്കെ നിഫ്റ്റി 50 ഒരു നേട്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്തെങ്കിലും അത് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ പിന്നീട് മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് പോകുമായിരുന്നു. എന്നാൽ അതിനുശേഷം നമുക്കൊരു റിക്കവറി ഉണ്ടായെങ്കിൽ കൂടി അവസാന മണിക്കൂറിൽ മാർക്കറ്റ് വീണ്ടും താഴോട്ട് മൂവ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ട്രേഡിംഗ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഇടിവിലോട്ട് പോകുന്ന രീതിയിലാണ് ഇന്നലെ നിഫ്റ്റി 50 മാർക്കറ്റ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. ഇതിനകത്തെ ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സുകളുടെ പെർഫോമൻസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരു വോളറ്റാലിറ്റി ഇന്നലെ കാണാൻ സാധിച്ചിരുന്നു. ഏതായാലും ഒരു ക്ലോസിംഗ് എത്തിയപ്പോൾ ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സുകളിൽ ഭൂരിഭാഗം ഇൻഡെക്സുകളും നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് എടുക്കാൻ സാധിച്ചിരുന്നു. നിഫ്റ്റി നെക്സ്റ്റ് 50 നോക്കുമ്പോൾ ഏകദേശം 1% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു കാഴ്ചയാണ് കണ്ടത്. എന്നാൽ മറ്റ് സൂചികൾ നോക്കുമ്പോൾ മിഡ് ക്യാപ്പ് പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. എന്നാൽ ഒരു സമയത്ത് ഒരു നേട്ടം രേഖപ്പെടുത്തി നിന്ന സ്മോൾ ക്യാപ്പ് അവസാന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗാണ് എടുത്തതായിട്ട് കാണാൻ സാധിച്ചത്. സെക്ടറൽ ഇൻഡെക്സുകളുടെ പെർഫോമൻസുകളിലോട്ട് വരുമ്പോൾ PSU ബാങ്ക് ഇന്നലെ മികച്ചൊരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. 1.78% നേട്ടം PSU ബാങ്കിങ് സൂചിക രേഖപ്പെടുത്തി. കൂടാതെ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയിലോട്ട് വരുമ്പോൾ 1.35% നേട്ടമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കൂടാതെ മെറ്റൽ, റിയൽറ്റി, FMCG സൂചികകളും നേട്ടം രേഖപ്പെടുത്തിയതായിട്ടാണ് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നമുക്ക് മാർക്കറ്റിൽ കണ്ടത്. എന്നാൽ ഇടിവിലോട്ട് വരുമ്പോൾ ഓട്ടോ, IT, മീഡിയ, പ്രൈവറ്റ് ബാങ്ക്, ഹെൽത്ത് കെയർ, കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ സൂചികയൊക്കെ ഇപ്പോൾ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ക്ലോസിംഗ് ആണ് ഇന്നലത്തെ ഒരു മാർക്കറ്റിൽ എടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്നലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നലെ MBC യോഗ മീറ്റിംഗ് ഒക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മീറ്റിങ്ങുള്ളൊരു ആരംഭം കുറിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്നത് നാളെയാണ് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ മൂഡീസിൻ്റെ ഒരു റേറ്റിംഗ് പുതിയതായി വന്നിട്ടുണ്ട്. ഏതായാലും പഴയ റേറ്റിംഗ് ആയ Baa3യിൽ തന്നെ ഇന്ത്യയെ നിലനിർത്തി എന്നാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് ആയിട്ട് അറിയാൻ സാധിച്ചിരിക്കുന്നത്. US മാർക്കറ്റ്, ആഗോള മാർക്കറ്റിലോട്ട് പോകുമ്പോൾ ഇന്നലെ US മാർക്കറ്റിലും ഒരു വോളറ്റാലിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ ക്ലോസ് ചെയ്തപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് എടുക്കാൻ ഡൗ ജോൺസ്, S&P 500, നാസ്ഡാക്ക് തുടങ്ങിയ സൂചികൾക്ക് ഇന്നലെ സാധിച്ചിട്ടുണ്ടായിരുന്നു. മറ്റ് ഗ്ലോബൽ മാർക്കറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നമുക്ക് യൂറോപ്പ് മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഫുഡ്സ്, കാക്ക്, ഡാക്സ് തുടങ്ങിയ സൂചിയൊക്കെ പോസിറ്റീവായിരുന്നു. ഫ്ലാറ്റ് പോസിറ്റീവായെങ്കിലും ഒരു നേട്ടത്തിലുള്ള ഒരു ക്ലോസിംഗാണ് എടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്ന ഏഷ്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഷാങ്ഹായ് കോമ്പോസിറ്റ് 0.3% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഹാങ്സെങ് ഒരു 0.1% ഇടിവാണ് രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. നിക്കി 225ലും ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഇടിവ് എന്ന രീതിയിൽ ഒരു സമ്മിശ്രമായൊരു പ്രതികരണമാണ് ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസൊക്കെ ആയിട്ട് നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, ആദ്യം നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിൻ്റെ ഒരു വ്യൂ നോക്കാം. കമ്മോഡിറ്റി മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. എന്നാൽ ഇന്നത്തെ ഒരു മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഒരു ഫ്ലാറ്റായ നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ബ്രെൻഡ് 0.02% ഇടിവാണ്. WT ക്രൂഡിൽ 0.1% ഒരു നേട്ടവും കാണാൻ സാധിക്കുന്നുണ്ട്. ക്രൂഡിൽ താങ്കളുടെ ഇപ്പോഴത്തെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? വിഷ്ണു, കഴിഞ്ഞ ആഴ്ച നമുക്ക് 4 ട്രേഡിംഗ് സെഷൻസിലായിരുന്നു WTI ക്രൂഡിൽ നേട്ടം കിട്ടിയത്. ആൻഡ് വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും നമുക്ക് $66 റെസിസ്റ്റൻസ് ലെവൽ ക്രൂഡ് ഓയിൽ ടെസ്റ്റ് ചെയ്യുമായിരുന്നു. ഇന്നലെ നമ്മൾ കണ്ടത് പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു. ഓപ്പണിങ്ങിൽ തന്നെ നമുക്കൊരു നെഗറ്റീവ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് കിട്ടിയെങ്കിലും അതിനുശേഷം നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി ക്രൂഡിന്റെ കേസിൽ കാണാൻ സാധിച്ചിരുന്നു. നിലവിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ്വേസുമായി തുടരുന്നു. ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ക്രൂഡിൽ പുതിയൊരു പൊസിഷൻ എടുക്കാൻ ലോ റിസ്ക് ആയിട്ട് ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല.
സാറിന് ഈ ഗോൾഡിലോട്ട് വരുമ്പോൾ ഇന്നലെ ഒരു 2% നേട്ടത്തിലുള്ള ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ന് നോക്കുമ്പോൾ ഇപ്പോൾ 0.3% നേട്ടമുണ്ട്. മാത്രമല്ല ഇന്നും പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഗോൾഡ് ഇപ്പോൾ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിൽ ഇപ്പോൾ ഒരു പൊസിഷനുള്ള ഒരു സാധ്യത ഇപ്പോഴുണ്ടോ? വിഷ്ണു, സ്വർണത്തിന്റെ കേസിലും വെള്ളിയുടെ കേസിലും ലോങ് ടേം ട്രെൻഡും ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഇത്രയും വലിയ നേട്ടത്തിനെ തുടർന്ന് നമുക്ക് ലോ റിസ്കിലെ പുതിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. സ്വർണത്തിന്റെ കേസിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $3,775 നമ്മൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. US മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്നലെ ഒരു വോളറ്റാലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഡൗ ജോൺസ് ഇന്നലെ 0.1% നേട്ടം രേഖപ്പെടുത്തി. S&P 500 0.2% നേട്ടം. നാസ്ഡാക്ക് 0.48% നേട്ടത്തിലുള്ള ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. ടെക്നോളജി സ്റ്റോക്കിലൊക്കെ ഇന്നലെ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. Nvidia 2% ഒരു നേട്ടം രേഖപ്പെടുത്തി. കൂടാതെ ആമസോൺ 1% ഒരു നേട്ടം രേഖപ്പെടുത്തിയായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നോക്കുമ്പോൾ ഏകദേശം 3% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ഇന്നലെ മാർക്കറ്റിൽ ഒരു പ്രകടനം നടത്തിയതായിട്ട് നമുക്ക് കാണുന്നത്. US മാർക്കറ്റിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? അമേരിക്കൻ മാർക്കറ്റിൽ ഡൗ ജോൺസ് ഇൻഡെക്സിൽ ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് എങ്കിലും ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിലൊക്കെ നമുക്ക് ലോ റിസ്ക് ആയിട്ട് പുതിയ ലോങ് പൊസിഷൻ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിട്ട് കാണുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ 46,000 സപ്പോർട്ടായിരിക്കും ശ്രദ്ധിക്കേണ്ടത്. നിലവിലുള്ള ഓൾ ടൈം ഹൈ അറൌണ്ട് 46,800 ആയിരിക്കും മേജർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഓൾ ടൈം ഹൈയുടെ വളരെ അടുത്ത് തന്നെ ട്രേഡിംഗ് നടന്നു വരുന്നു. 24,800 ഇമ്മീഡിയറ്റ് മേജർ റെസിസ്റ്റൻസ് കാണുന്നത്. 24,350 പോയിന്റിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. സാർ, ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്നലെ ഒരു വോളറ്റാലിറ്റി ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. 24,634 എന്നൊരു നിലയിലാണ് നിഫ്റ്റി 50യിൽ ക്ലോസിംഗ് ഉണ്ടായത്. അതായത് ഒരു ഫ്ലാറ്റ് ഇടിവ് രേഖപ്പെടുത്തിയാണ് നിഫ്റ്റി 50 ഇന്നലെ ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. 24,791 ഇന്നലത്തെ ഇൻട്രാഡേ ഹൈ ആയിട്ട് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോവർ ലെവലിൽ 24,606 എന്നൊരു ലെവലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ താങ്കൾക്ക് നിഫ്റ്റി 50യിൽ ഇപ്പോൾ ഇന്ന് വാച്ച് ചെയ്യാവുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ കഴിഞ്ഞ 8 ട്രേഡിംഗ് സെഷൻസിൽ തുടർച്ചയായിട്ട് നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും ശക്തമായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നത് കൊണ്ട് പോലും ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും അടുത്ത 2 ട്രേഡിംഗ് സെഷൻസിൽ ഒരു ഷോർട്ട് കവറിംഗ് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ പുതിയ ഷോർട്ട് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മേജർ സപ്പോർട്ട് നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 24,600 പോയിന്റ്. ബട്ട് നിഫ്റ്റി 50യിൽ നമുക്കൊരു ഷോർട്ട് ടേം ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കണമെങ്കിൽ 25,100 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. നിഫ്റ്റി ബാങ്കിങ് സൂചിക നോക്കുമ്പോൾ ഇന്നലെ 71 പോയിന്റിൻ്റെ ഒരു നേട്ടം നമുക്ക് കണ്ടിരുന്നു. 54,461 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കണ്ടത്. ഇന്നലത്തെ ഹൈ നോക്കുമ്പോൾ 54,686 ലോവർ ലെവലിൽ 54,226 എന്നൊരു ലെവലിലുമാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തതായിട്ട് കണ്ടത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷനും ഒപ്പം താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം സൈഡ് വേസുമായിട്ട് കാണുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 54,200. എനിക്ക് തോന്നുന്നില്ല ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. എങ്കിലും നമുക്കൊരു ഷോർട്ട് ടേം ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കണമെങ്കിൽ 55,200 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. നമ്മൾ ബാങ്കിങ് ഇൻഡെക്സിനെ കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട വൺ സ്റ്റോക്ക് ഇസ് HDFC ബാങ്ക്. HDFC ബാങ്കിന്റെ കേസിൽ കഴിഞ്ഞ 2 മാസമായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ തുടരുന്നു. ബട്ട് HDFC ബാങ്കിന്റെ കേസിൽ 938 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ സപ്പോർട്ട് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമ്മളൊരു വാല്യൂ ഇൻവെസ്റ്റർ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ ട്രേഡിൽ 960 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിക്കണം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 980 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ വീണ്ടും ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. സാർ, നമുക്കിനി ഒരു സെക്ടറിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് ഇന്നലെ ഒരു മികച്ച നേട്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്യാൻ PSU ബാങ്കിങ് സൂചികയ്ക്ക് സാധിച്ചിരുന്നു. 1.78% നേട്ടത്തിലാണ് ഇന്നലെ PSU ബാങ്ക് ഇൻഡെക്സിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഒരു സൂചികയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? ഒപ്പം താങ്കൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും PSU ബാങ്കിങ് സ്റ്റോക്കുകളുണ്ടോ?
നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നിഫ്റ്റി 50 നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ അപേക്ഷിച്ച് കഴിഞ്ഞ 4-5 ആഴ്ചകളായിട്ട് ഔട്ട് പെർഫോമൻസ് ഈ ഒരു ഇൻഡെക്സ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ഈ ഇൻഡെക്സിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 7200 ആൻഡ് ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 7430. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 7600 പോയിന്റിലായിരിക്കും. നിഫ്റ്റി ബാങ്കിങ് സ്റ്റോക്സ് നോക്കുമ്പോഴേക്ക് ഏറ്റവും നല്ല ഒരു പെർഫോമൻസ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും, എസ്പെഷ്യലി ആസ് എ ലോങ്ങർ ടേം ഇൻവെസ്റ്റർ. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കേസിൽ നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 107 രൂപ. നമ്മൾ ഷോർട്ട് ടേമിന് ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 110 രൂപ 50 പൈസ മുതൽ 111 രൂപ 50 പൈസ ഈ റേഞ്ച് വാച്ച് ചെയ്യണം. ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് 115, അതിനുശേഷം 116. കാനറ ബാങ്കിന്റെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഏരിയ 117 രൂപ. ആൻഡ് കറന്റ് ലെവൽസിലെ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ആദ്യത്തെ 125. 125ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. സർ, നമുക്ക് വാച്ച് ലിസ്റ്റിലോട്ട് വരുമ്പോൾ ആദ്യം ചോദിക്കാനുള്ള ഒരു സ്റ്റോക്ക് റെയിൽവേ സെക്ടറിൽ നിന്നുള്ള ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനാണ്. ഏതായാലും കമ്പനിയെ സംബന്ധിച്ചിപ്പോൾ ഒരു 5929 കോടിയുടെ ഒരു ധനസഹായം ലഭിക്കുന്നതിനായി ഇപ്പോൾ ഹരിയാന പവർ ജനറൽ കോർപ്പറേഷനുമായിട്ട് ഇപ്പോൾ ഒരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്, ഒരു വായ്പാ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഓഹരിയെ സംബന്ധിച്ച് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോഴും 1.9% ഒരു നേട്ടം രേഖപ്പെടുത്താൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഓഹരിയിൽ കഴിഞ്ഞ 2 മാസം നോക്കുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമ്മൾ കണ്ടതെങ്കിലും ഈ മാസം ഒരു 5%ൻ്റെയൊക്കെ നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. IRFCയിൽ താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ ഇപ്പോൾ എന്താണ്? IRFCയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് നമുക്കൊരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സലിന് ഒരു സാധ്യത കാണുന്നുണ്ട്. നമ്മൾ ഈ ആഴ്ചത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 125 രൂപ 50 പൈസ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള വളരെ മേജർ റെസിസ്റ്റൻസ് 131. 131ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും. അടുത്തൊരു സ്റ്റോക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ളത് മസഗോൺ ഡോക്കാണ്. കമ്പനിയെ സംബന്ധിച്ച് ഇന്നലെ 2%ൻ്റെ ഒരു ഇടിവാണ് ഓഹരിയിൽ കണ്ടത്. 2751 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. കഴിഞ്ഞ 3 മാസം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു, ഒരു ഓൾ ടൈം ഹൈക്ക് ശേഷം ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ ഒരു ഫൈനൽ ഡിവിഡൻഡ് 2.7 രൂപയുടെയൊക്കെ ഒരു ഫൈനൽ ഡിവിഡൻഡ് കമ്പനി പ്രഖ്യാപിച്ചതായിട്ടൊരു ന്യൂസുണ്ട്. ഈ ഒരു ഓഹരിയിൽ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലും താങ്കളുടെ ഒരു വ്യൂവും എന്താണ്? നമുക്ക് ഇന്നലെ എല്ലാ ഷിപ്പ് ബിൽഡിംഗ് സ്റ്റോക്സ്, അതായത് കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഗാർഡൻ റീച്ച് ആൻഡ് മാസഗോണിൽ വലിയൊരു സെൽ ഓഫ് ആയിരുന്നു കാണാനിടയായത്. മാസഗോൺ ഡോക്കിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2680 രൂപയുടെ സപ്പോർട്ടായിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. ബട്ട് അടുത്ത 2-3 സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 2885. ആ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അടുത്തൊരു സ്റ്റോക്ക് നമുക്ക് ചോദിക്കാനുള്ളത് ഗോഡ്ഫ്രേ ഫിലിപ്സ് ആണ്. ഏതായാലും ഓഹരിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്നലെ 7%ൻ്റെയൊക്കെ ഒരു കുതിപ്പ് രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല പുതിയൊരു ഓൾ ടൈം ഹൈ കൂടി ഈ ഒരു മാസം ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 3512 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓൾമോസ്റ്റ് ഫെബ്രുവരിക്ക് ശേഷം ഓഹരിയിൽ നോക്കുമ്പോൾ ഏകദേശം 130% നേട്ടം രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് തുടരുന്നത്. താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ ഈ ഒരു സ്റ്റോക്കിൽ എന്താണ്? ഗോഡ്ഫ്രേ ഫിലിപ്സ് ഇസ് എ മിഡ് ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിന്റെ കേസിൽ കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. എങ്കിലും കഴിഞ്ഞ 4-5 മാസമായിട്ട് തുടർച്ചയായിട്ട് ഈ സ്റ്റോക്കിൽ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ട് ഏരിയ 3100. എനിക്ക് തോന്നുന്നില്ല ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 3900 മുതൽ 4000 രൂപ വരെ. ഈ സ്റ്റോക്കിന്റെ കേസിൽ കാണുന്ന ഒരേ ഒരു മെയിൻ ഇഷ്യൂ, ദിസ് ഇസ് എ ടൊബാക്കോ കമ്പനി. സോ എത്തിക്കലി എനിക്ക് ഇത്തരം ഇൻഡസ്ട്രിയിൽ താല്പര്യമില്ല.
സർ, അടുത്തൊരു സ്റ്റോക്ക് പേടിഎം ആണ്. പേടിഎമ്മിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ 0.5% ഒരു ഇടിവായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. 1119 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓഹരിയെ സംബന്ധിച്ച് കഴിഞ്ഞൊരു മാർച്ച് തുടങ്ങി നോക്കുമ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 60% മുകളിൽ റിട്ടേൺ ആണ് നൽകിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. പേടിഎമ്മിൽ ഇനി ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണോ അതോ മുന്നോട്ടൊരു സാധ്യതയാണോ താങ്കൾ കാണുന്നത്? വിഷ്ണു, പേടിഎമ്മിന്റെ കേസിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് മാറിയിട്ടുമുണ്ട്. ബട്ട് ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. കൈവശം നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ 1000 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമുക്ക് ആ വരും സെഷൻസിൽ കുറെ കൂടെ വോളറ്റിലിറ്റി പ്രതീക്ഷിക്കാം. ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 1160 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. സാറിന് ഈ സുന്ദരം ഫിനാൻസിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 12% ഒരു നേട്ടമാണ് ഇന്നലത്തെ ട്രേഡിങ്ങിൽ നമ്മൾ കണ്ടത്. വലിയ രീതിയിലുള്ള ഈ ഒരു മാസത്തിലൊരു ഇന്നലത്തെ ട്രേഡിങ്ങിൽ തന്നെ കണ്ടത്. ഏതായാലും ഓഹരിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു മാസവും മികച്ചൊരു നേട്ടം രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല വോളിയം നോക്കുമ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞ മാസമൊക്കെ അപേക്ഷിച്ച് കൂടുതൽ വോളിയം ട്രേഡിംഗ് നടന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. സുന്ദരം ഫിനാൻസിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? വിഷ്ണു, സുന്ദരം ഫിനാൻസിന്റെ കേസിൽ ഒരു കറക്ഷൻ. സുന്ദരം ഫിനാൻസിന്റെ കേസിൽ കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് നമുക്ക് തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷറാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇന്നലെ ഈ സ്റ്റോക്കിന്റെ കേസിൽ വലിയൊരു സെൽ ഓഫ് ആയിരുന്നു നടന്നിരിക്കുന്നത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, നമുക്ക് അടുത്തൊരു സ്റ്റോക്കിലോട്ട് പോകാം. ഇനി അടുത്തൊരു സ്റ്റോക്കായിട്ട് നമുക്ക് ചോദിക്കാനുള്ളത് റെഡിങ്ടൺ ആണ്. റെഡിങ്ടനെ സംബന്ധിച്ച് ഇന്നലത്തെ ട്രേഡിങ്ങിൽ ഒരു 9% ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റെഡിങ്ടൺ ഇന്നലെ 291 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ്? റെഡിങ്ടന്റെ കേസിൽ നമുക്ക് ഏപ്രിൽ മാസത്തിലായിരുന്നു മേജർ ബോട്ടം കാണാൻ സാധിച്ചത്. ആൻഡ് ഏപ്രിൽ മുതൽ ജൂലൈ വരെ വലിയൊരു നേട്ടം നൽകിയതിനു ശേഷം ഈ സ്റ്റോക്കിൽ വളരെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് 2 മാസത്തിനിടെ നടന്നിട്ടുണ്ട്. ഈ സെപ്റ്റംബർ മാസത്തിന്റെ ഒരു മിഡിൽ സെക്ഷൻ മുതൽ നമുക്ക് വീണ്ടും ഒരു ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 320 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സർ, ഞാൻ കഴിഞ്ഞൊരു സ്റ്റോക്കിൻ്റെ പേര് തെറ്റായി പറഞ്ഞിരുന്നു. സുന്ദരം ഫിനാൻസിൻ്റെ ഒരു വ്യൂ ആണ് താങ്കൾ പറഞ്ഞത്. എൻ്റെ ചോദ്യമായിട്ടുണ്ടായിരുന്നത് സുന്ദരം ഫിനാൻസ് ഹോൾഡിങ്ങിൻ്റെ ഒരു കാര്യമായിരുന്നു. ആ ഹോൾഡിംഗ് നോക്കുമ്പോൾ നമ്മൾ 12% ഒരു നേട്ടമാണ് ഇന്നലത്തെ ട്രേഡിങ്ങിൽ കണ്ടത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? വിഷ്ണു, സുന്ദരം ഫിനാൻസ് ഹോൾഡിങ്ങിന്റെ കേസിൽ അൺലൈക്ക് സുന്ദരം ഫിനാൻസ് ശക്തമായിട്ടൊരു ബുള്ളിഷ്നെസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ കേസിൽ വിഷ്ണു ചൂണ്ടിക്കാണിച്ചത് പോലെ ഇന്നലെ ശക്തമായിട്ട് വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത 2-3 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 660, 685, 725. സാറിന് ഈ ചോലമണ്ഡലം ഫിനാൻസിൻ്റെ ഒരു ചോലമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനിയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ നോക്കുമ്പോൾ 1.39% ഒരു നേട്ടമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 1591 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഓൾ ടൈം ഹൈയുടെയൊക്കെ തൊട്ടടുത്തായിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കൾ ഇപ്പോൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ചോളമണ്ഡലം ഫിനാൻസിന്റെ കേസിൽ വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 1555 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽസ് ആദ്യത്തെ 1640, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 1680. അടുത്ത വാച്ച് ലിസ്റ്റിലുള്ളൊരു സ്റ്റോക്ക് 2024 സെപ്റ്റംബറിൽ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയാണ് ക്രോസ് ലിമിറ്റഡ്. ക്രോസ് ലിമിറ്റഡിനെ സംബന്ധിച്ച് ഇന്നലത്തെ ട്രേഡിങ്ങിൽ 0.2% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. കഴിഞ്ഞ മാസവും ഈ മാസവും നേരിയ നേട്ടം രേഖപ്പെടുന്നുണ്ട്. മാത്രമല്ല ട്രേഡിംഗ് വോളിയം നോക്കുമ്പോൾ ഈ 2 മാസങ്ങളിൽ പിൻകാലത്തെ മാസങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു വോളിയം കൂടുതലായിട്ടൊരു ട്രേഡിങ്ങും കാണുന്നുണ്ട്. ക്രോസ് ലിമിറ്റഡിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്?
ക്രോസിന്റെ കേസിൽ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ശക്തമായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. കമ്പനിയുടെ ഫൈനാൻസസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 190. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വീണ്ടും നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ലഭിക്കും. 205 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അടുത്തൊരു സ്റ്റോക്ക് നമുക്ക് ചോദിക്കാനുള്ളത് DCX ND ആണ്. DCXനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്നലെ 7% ഒരു സെൽ ഓഫ് ആണ് നമുക്ക് കണ്ടത്. 237 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. ഈ ഒരു മാസം ഉൾപ്പെടെ കഴിഞ്ഞൊരു 3 മാസം കൂടി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒരു ബെയറിഷായ രീതിയിലാണ് സ്റ്റോക്കിൽ ട്രേഡിംഗ് തുടരുന്നത്. താങ്കളുടെ ഒരു ടേക്ക് ഈ ഒരു സ്റ്റോക്കിൽ എന്താണ്? DCX സിസ്റ്റത്തിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് മാറിയിട്ടുണ്ട്. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. 285, 290 ഈ റേഞ്ചിൽ വളരെ മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കത്തുള്ളൂ. സാറിന് ഈ ബജാജ് കൺസ്യൂമർ പ്രൊഡക്റ്റിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ക്ഷമിക്കണം, ബജാജ് കൺസ്യൂമർ കെയറിൻ്റെ ഒരു വ്യൂ. അതായത് നമ്മൾ ഓഹരി നോക്കുമ്പോൾ 1% നേട്ടം ഇന്നലത്തെ ട്രേഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 235 എന്നൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് മാർച്ച് തുടങ്ങിയ ഒരു ഓഹരിയിൽ നേട്ടം നോക്കുമ്പോൾ ഇപ്പോൾ ഒരു 50%-ഓളം നേട്ടം രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് തുടരുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? ബജാജ് കൺസ്യൂമറിന്റെ കേസിൽ നമുക്ക് ജൂൺ മാസത്തിന് ശേഷം നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 228 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കമ്പനിയുടെ ഫൈനാൻസസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിലും നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. സ്റ്റോക്ക് ഫേസിന് ഇമീഡിയറ്റ് റെസിസ്റ്റൻസസ് 248, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 262. 262ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. സാറിന് നമുക്ക് NSDLൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. കഴിഞ്ഞ മാസം ലിസ്റ്റ് ചെയ്തൊരു ഓഹരിയിൽ നമുക്ക് ഒരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞൊരു 3 വീക്കുകളായി നേരിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണുന്നത്. NSDLൽ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? NSDLന്റെ കേസിൽ നമുക്ക് കാര്യമായിട്ടൊരു ഡേറ്റ ലഭ്യമല്ല, ബിക്കോസ് ഇറ്റ്സ് റീസെൻ്റ്ലി ലിസ്റ്റഡ്. എങ്കിലും വളരെ ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 1158 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 1240 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യും. സാറിന് ഇന്നലെ വലിയ രീതിയിലൊരു കുതിപ്പ് രേഖപ്പെടുത്തിയൊരു സ്റ്റോക്കായിരുന്നു കൊതാരി പ്രൊഡക്ട്സ് ലിമിറ്റഡ്. ഇന്നലെ 14% നേട്ടമാണ് നമുക്ക് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചത്. 95 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? കൊതാരി പ്രോഡക്ട്സ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണുന്നില്ല. ആൻഡ് ഈ സ്റ്റോക്കിൽ ഒത്തിരി വോളറ്റിലിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം നമുക്ക് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. അങ്ങനെ പൊസിഷൻ ഉണ്ടെങ്കിൽ 79 രൂപയിലായിരിക്കാം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് 100 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 120, 110 ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 120. സർ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത് ലിസ്റ്റ് ചെയ്ത ഒരു ഓഹരിയുടെ വ്യൂ കൂടി അറിയണം. ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് HIL ഇൻഫ്രയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 0.27% നേട്ടമാണ് ഇന്നലത്തെ ട്രേഡിങ്ങിൽ കാണാൻ സാധിച്ചത്. ഒരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ ആദ്യത്തെ ലിസ്റ്റ് ചെയ്തൊരു വീക്കിന് ശേഷം പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ ഒരു ബോട്ടം കണ്ടോ? താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഹൈവേ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കേസിൽ ലിസ്റ്റിംഗിന് ശേഷം തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അതിനെ തുടർന്ന് ട്രെൻഡ് ഇസ് ഓൾ ബെയറിഷ്. നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടുവെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് ഒക്കെ തന്നെ വൈൻഡ് അപ്പ് ചെയ്യണം. സർ, അടുത്തൊരു ഓഹരി ഇന്നലെ 6% നേട്ടം രേഖപ്പെടുത്തിയ പരാദീപ് ഫോസ്ഫേറ്റ്സ് ആണ്. ഏതായാലും ഓഹരി നോക്കുമ്പോൾ 194 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണുന്നത്. മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞൊരു സെപ്റ്റംബർ തുടങ്ങി ഈ ഒരു മാസം വരെ ഒരു നേട്ടം രേഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ്? പരാദീപിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 2 സപ്പോർട്ട് ഏരിയാസ് ശ്രദ്ധിക്കേണ്ട. ആദ്യത്തെ 180, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 160.
നമുക്ക് ഷോർട്ട് ടേമിലെ ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുമെങ്കിൽ 203 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സാറിന് നമുക്ക് ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ ഒരു വ്യൂ ആണ് നമുക്ക് അറിയേണ്ടത്. കമ്പനിയെ സംബന്ധിച്ച് പുതിയ ഓർഡറുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഓർഡർ ബുക്ക് വർദ്ധിപ്പിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ വന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും 1% നേട്ടമാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. 399 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. നമുക്ക് മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ്? ബിഎല്ലിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം സൈഡ്വേസുമായിട്ട് കാണുന്നു. അണ്ടർടോൺ ബുള്ളിഷ്നെസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 390 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 410 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. 410 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 420, അതിനുശേഷം 435. സർ, അടുത്തൊരു സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിലുള്ളത് MIC ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ്. നിലവിലത്തെ പ്രൈസ് നോക്കുമ്പോൾ 57 എന്നൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഇന്നലെ 0.4% ഒരു നേട്ടമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഒരു മന്ത്ലി ട്രേഡിംഗ്, ഈ ഒരു മാസം നോക്കുമ്പോൾ കഴിഞ്ഞൊരു മാസങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു വോളിയം കൂടുതൽ ട്രേഡിംഗ് ഈ ഒരു ഓഹരിയിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? MIC ഇലക്ട്രോണിക്സ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. എങ്കിലും ഈ സ്റ്റോക്കിൽ ഓഗസ്റ്റ് മാസത്തിന് ശേഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡ് ഹാസ് ടേൺഡ് ബുള്ളിഷ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 55 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ 63 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വീണ്ടും നമുക്കൊരു നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്ക് നൽകും. സാർ, നമുക്കിനി അടുത്തൊരു സ്റ്റോക്കുള്ളത് PGEL ആണ്. ഇന്നലെ 1.93% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 504 എന്നൊരു പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മാസം ഓഹരിയിൽ നോക്കുമ്പോൾ വലിയ രീതിയിലൊരു സെൽ ഓഫ് നമ്മൾ കണ്ടതാണ്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി PGELന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്ക് ബോട്ടം കണ്ടുവെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 475 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 603 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സാറിന് നമുക്ക് സുന്ദരം ക്ലേറ്റൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഓഹരി ഇന്നലെ 1.75% ഇടിവിൽ 1641 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. നിലവിൽ നമുക്ക് നോക്കുമ്പോൾ കഴിഞ്ഞൊരു 3 മാസവും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ബെയറിഷായ രീതിയിലാണ് ഇപ്പോൾ ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കാണുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സുന്ദരം ക്ലേറ്റൺ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. അൺഫോർച്ചുനേറ്റ്ലി ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1600 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 1840 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സാറിന് നമുക്ക് ഹോസ്പിറ്റാലിറ്റിയിൽ നിന്നുള്ള ITC ഹോട്ടൽസിൻ്റെ റിവ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ 2.6% ഒരു നേട്ടമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 230 എന്നുള്ളൊരു പ്രൈസാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഓഹരി ലിസ്റ്റ് ചെയ്ത് ജനുവരിയിലായിരുന്നു. അതിനുശേഷം മാർച്ച് തുടങ്ങി നമ്മൾ നോക്കുമ്പോൾ ഓഹരിയിൽ ഒരു നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 45% നേട്ടം ഇപ്പോൾ ഈ മാർച്ചിന് ശേഷം ഓഹരി രേഖപ്പെടുത്തിയതായിട്ടാണ് കാണുന്നത്. ITC ഹോട്ടലിൽ ഇനി താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ITC ഹോട്ടലിൽ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ്, നല്ലൊരു ശക്തമായിട്ടൊരു സപ്പോർട്ട് ബേസ് 220 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 240 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കണം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ 255, 263 ആയിരിക്കും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. 263 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. സാർ, ഏതായാലും ഇത്രയും അപ്ഡേറ്റ്സും അനാലിസൊക്കെ മൈഫിൻ്റെ പ്രേക്ഷകർക്ക് പങ്കുവച്ചതിന് സാറിനോട് താങ്ക്സ് പറയുകയാണ്. ഏതായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ അടുത്തൊരു ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോയുമായി ഇപ്പോൾ നിഖിലും സഫാനും ജോയിൻ ചെയ്യുന്നതാണ്.